Chapter 5 Data Collection. സർവേ ഈസ് എ നോൺ എക്സ്പെരിമെൻ്റലാണ്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡാണിത്. ഇറ്റ് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് സ്റ്റഡിയാണ്. ഇതൊരു ഫൈൻഡിങ് സ്റ്റഡിയാണ്. പിന്നെ ഇതിൻ്റെ സർവേ എന്ന് വെച്ചാൽ സർവേ ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. നമ്മളിപ്പോൾ ഒരു വലിയ പോപ്പുലേഷനെയാണ് സർവേ ചെയ്യുന്നത്. അപ്പോൾ ഈ പോപ്പുലേഷനിൽ നിന്ന് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ നടത്തുന്ന ഒരു മെത്തേഡാണ് എന്ത്, സർവേ. സർവേയുടെ ഫീച്ചേഴ്സ് പറയുമ്പോൾ സർവേ ഒരു ഫീൽഡ് സ്റ്റഡിയാണ്. അതുപോലെ തന്നെ ഡയറക്റ്റ്ലി റെസ്പോണ്ടൻസിന്ന് റെസ്പോണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ വലിയ പോപ്പുലേഷനിലെ ഡാറ്റ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു ഇൻസെൻറ്റീവ് സ്റ്റഡിയാണ്. പിന്നെ ഒരു വലിയ ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ തന്നെ ഇത് നമുക്ക് കവർ ചെയ്യാനെടുക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുമ്പോൾ ടൈപ്പ് ഓഫ് സർവേ ആണ്. സർവേ 2 ടൈപ്പ് ഉണ്ട്, ക്രോസ് സെക്ഷണൽ സർവേ ആൻഡ് ലോങ്റ്റ്യൂഡിനൽ സർവേ. എന്താണ് ക്രോസ് സെക്ഷണൽ സർവേ? ക്രോസ് സെക്ഷണൽ സർവേ ആർ യൂസ്ഡ് ടു ഗദർ ഇൻഫോർമേഷൻ ഓൺ എ പോപ്പുലേഷൻ അറ്റ് എ സിംഗിൾ പോയിൻ്റ് ഇൻ ടൈം. എന്ന് വെച്ചാൽ എ സിംഗിൾ പോയിൻ്റ് ഇൻ ടൈം, അതായത് ഒരു ഒറ്റ ടൈമിൽ മാത്രം സർവേ നടത്തുക. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു കോവിഡ് പെൻഡമിക് സിറ്റുവേഷനിൽ ഒരു കോവിഡ് ടൈമിൽ ഒരു സർവേ ആ ടൈമിൽ മാത്രം സർവേ നടത്തുക. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഇതാണ് ക്രോസ് സെക്ഷണൽ സർവേ എന്ന് പറയുന്നത്. ലോങ്റ്റ്യൂഡിനൽ സർവേ, അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്ന് വെച്ചാൽ മന്ത്ലി, ഇയർലി അങ്ങനെ നടത്തുന്ന സർവേയാണ് ലോങ്റ്റ്യൂഡിനൽ സർവേ. അത് പ്രധാനമായിട്ടും 3 ടൈപ്സ് ഉണ്ട്. ട്രെൻഡ് സ്റ്റഡീസ് ഫോക്കസ് ഓൺ പെർട്ടിക്കുലർ പോപ്പുലേഷൻ വിച്ച് ഇസ് സാമ്പിൾഡ് ആൻഡ് സ്ക്രൂട്ടനൈസ്ഡ് റിപ്പീറ്റഡ്ലി. ഇത് ഇപ്പോൾ 2010 10ാം ക്ലാസ്സിലെ കുട്ടികൾ മാർക്ക് നോക്കി വിചാരിക്കുക. പിന്നെ അതിനുശേഷം 2011 10ാം ക്ലാസ്സിലെ കുട്ടികൾ മാർക്ക് നോക്കുക. അതിന് 12 10ാം ക്ലാസ് വരെ കുട്ടികൾ നോക്കുക. ഇയർലി. അപ്പോൾ 2024 അങ്ങനെ മുന്നത്തെ 3 വർഷത്തെ എടുത്തിട്ട് നടത്തുന്ന സർവേയാണ് ട്രെൻഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമുക്കിപ്പോൾ 10ാം ക്ലാസ്സിൽ ഓരോ ട്രെൻഡും ഓരോ വർഷത്തും മാറുന്നത് നമുക്കറിയാൻ പറ്റും. എന്തിലൂടെ? ട്രെൻഡ് സ്റ്റഡീസിലൂടെ. നെക്സ്റ്റ് പറയുന്നതാണ് കൊഹോർട്ട് സ്റ്റഡീസ് ഓൾസോ ഫോക്കസ് ഓൺ പർട്ടിക്കുലർ പോപ്പുലേഷൻ സാമ്പിൾ ആൻഡ് സ്റ്റഡീസ് മോർ ദാൻ വൺസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു 2010 10ാം ക്ലാസ് വരെ നോക്കി, അതിനുശേഷം 2011 വരുമ്പോൾ എത്രയാവും? +1 അപ്പോൾ അങ്ങനെ സെയിം കുട്ടികൾ തന്നെ അവർക്ക് വരുന്ന മാറ്റങ്ങൾ, ഓരോ ഇയറിലും അവർക്ക് വരുന്ന മാറ്റങ്ങൾ 2010 അവർ 11 ആ സെയിം കുട്ടികളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് നടത്തുന്ന സർവേയാണ് എന്ത്, കൊഹോർട്ട് സ്റ്റഡീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാനൽ സ്റ്റഡീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒരു സെയിം കുട്ടികളെ എല്ലാ വർഷവും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നോക്കുക, സർവേ ചെയ്തുകൊണ്ട് പോവുക. സെയിം സാമ്പിൾ ഓഫ് പീപ്പിൾ എവരി ടൈം, സെയിം ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും സർവേ ചെയ്യുന്നതിനാണ് പാനൽ സ്റ്റഡി എന്ന് പറയുന്നത്.